ആരും ഫോൺ വിളിക്കുന്നില്ല, ഡേറ്റും ചോദിക്കുന്നില്ല. നവരസങ്ങളുമായി ഞാൻ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്നാ എൻ്റെ പേടി. ബോബി ചെമ്മണ്ണൂർ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി ഫോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയെയാണ് കൊണ്ടുവന്നത്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ ത്രിലോക സുന്ദരി ഇതാ വരുന്നു. ഭൂലോക സുന്ദരിയെ പരാജയപ്പെടുത്താൻ ഇതാ ത്രിലോക സുന്ദരി. കൈയടിക്കൂ സുഹൃത്തുക്കളെ, കൈയടിക്കൂ. നമ്മുടെ ബസന്തി തന്നെയാണോടാ പോകുന്നത്? അവളാകെ മാറിപ്പോയി. ആള് മാറിയതൊന്നുമല്ല, ദേഹത്തുണ്ടായിരുന്ന ചെളി കഴുകി പോയപ്പോ ഒന്നും എടുത്ത് സുന്ദരിയായതാ. ത്രിലോകസുന്ദരി തന്നെ, സംശയമില്ല. ഇത്രയും വർഷങ്ങളായിട്ട് രാജസ്ഥാനിൽ അവിടെ ഇവിടെയൊക്കെ റോഡ് സൈഡിലൂടെയൊക്കെ പോയി കച്ചവടം ചെയ്തു. ഇവിടെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ കലങ്ങിയത്. ഈ മാണിക്യക്കല്ല് കുംഭമേളയിൽ വെച്ചിട്ടാണ് മനസ്സിലായത്, ഇതിന്റെ തിളക്കം പിടികിട്ടിയത്. എന്തൊരു ഐശ്വര്യമാണെന്ന് നോക്ക്. കണ്ണുകളുണ്ടല്ലോ നമ്മുടെ രണ്ട് വൈരക്കല്ല് എടുത്ത് വെച്ച പോലിരിക്കും. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. എന്തുകൊണ്ടും അർഹിക്കുന്നു എന്നെനിക്ക് തോന്നി. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ എന്നുള്ളതാണ്. വളരെ നല്ല പെരുമാറ്റവും കാര്യങ്ങളും. ഒരു ജാടയില്ല, വിളിച്ചപ്പോഴൊക്കെ മറ്റുള്ള അങ്ങനത്തെ ഒരു ജാടയില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടില് അത് കണ്ടിട്ട് ഹണിക്കെന്ത് തോന്നി? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. സസ്പെൻസ് അറിയാൻ നടക്കും. മ്യൂസിക് ഉള്ളത് പറയാലോ, അന്നേരം എനിക്ക് ദേഷ്യമല്ല അസൂയ തോന്നിയത്. ആളുകൾക്ക് നിങ്ങളോടുള്ള സ്നേഹവും വിശ്വാസവും കണ്ടപ്പോ എന്നെ പൊടിക്കയ്യാ മത്തയച്ചത്. അയ്യോ, ഇന്റർവ്യൂ സമയത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചില്ല. നന്നായി. महाकुंभ मेला वायरल गर्ल मोनालिसा के लिए स्पेशली मेड സാറ് ഭയങ്കര വിശാല ഹൃദയനാ. വളരെ സന്തോഷം തോന്നുന്നു. സന്തോഷം കൊണ്ടിരിക്കേ സന്തോഷാസുക്കളാ. അതൊക്കെ അവർക്ക് ഡിസിഷൻ, അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ആ കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. നമ്മുടെ പലപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ബിസിനസിനെ സംബന്ധിച്ച് എന്തായിരിക്കുന്നു. അപ്പൊ അതിന് വിപരീതമായി ബിസിനസ് കൂടി. പപ്പുവിനെ പട്ടിണി കിടാൻ നോക്കിയപ്പം അവസരം എന്താ, പപ്പു കാശുമായിരുന്നു. എന്താ അവിടുത്തെ തിരക്ക്? നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. ये फर्स्ट फंक्शन है ना आपका? ഹിന്ദി എണ്ണേ. तो हम केरला लोग भूल नहीं जाएगा. इट इज वेरी मच नोटेड. ദൈവം ആ കുട്ടിക്ക് നല്ലത് വരുത്തട്ടെ. എപ്പോഴെങ്കിലും ഹണി ഇങ്ങനെ ചിന്തിച്ചോ, എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന്? ഒരുപാടുണ്ടല്ലോ, എന്റെ സ്കിൻ, എന്റെ ഫേസ്, എന്റെ ബോഡി. ഞാൻ ഈ അനുഭവിക്കുന്ന പ്രശ്നം ഡെഫിനറ്റ്ലി ഞാൻ സെലിബ്രിറ്റിയാണ്, അത് സത്യമാണ്. അതല്ലാതെ ഈ പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നത് സമൂഹത്തിൽ നിന്നാണ്. അവിടെ എവിടെ എത്താത്ത 1.5 മുഴം തുണിയും ചുറ്റിക്കൊണ്ട് നാട് നീളം ഇറങ്ങിക്കോളും. പിന്നെ സ്ത്രീപീഡനൊന്നും ബോർഡ് നോക്കി ആണുങ്ങൾക്കെതിരെ സമരവും സത്യാഗ്രഹോട്ട് ഇറങ്ങിക്കോളും. നേരെ ചൊവ്വേ തുണി കൊടുത്ത് നടക്കുവച്ച, ഇല്ലെങ്കിൽ പരുന്നുകാരെ പോകും. ഇങ്ങനെ സാരി ഉടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ചിട്ട് നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. താനിക്കത് പറയാം. ഞാൻ അനുഭവിച്ചതിന്റെ 100-1 താൻ അനുഭവിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഹാർട്ട് അറ്റാക്ക് വന്ന് എത്തേനെ. എനിക്ക് തോന്നുന്നു ഞാൻ ഇനോഗ്രൽ ഫംഗ്ഷൻസ് ഇപ്പൊ കുറെ പങ്കെടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഉദ്ഘാടനം? നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഉദ്ഘാടനം കിട്ടും? ഇപ്പൊ ഉദ്ഘാടനത്തിന്റെ ഇനോഗ്രേഷന്റെ കാലഘട്ടങ്ങളാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ അത് ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ പോകുന്നു. ഒരു വസ്ത്രത്തിന്റെ പേരിൽ, വസ്ത്രം മോശമായതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ഡൈവേർട്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നൊക്കെ ആൾക്കാർ പറയുന്നു, എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. കൊച്ചങ്ങാടി തോറ്റ അമ്മയോടൊന്ന് കേട്ടിട്ടില്ലേ? അതാണ് എന്റെ ഗതി. ഈ ഒരു വിഷയം ഉണ്ടാവുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഉള്ളത് കേസ് കൊടുക്കാന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നില്ല. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. അപ്പൊ പാലം കടന്നപ്പോ കൂരായണ അല്ലേ? കാശിറക്കിയ ഞാൻ മണ്ടൻ. ടീച്ചറേ,
ഈ ശശാങ്ക മുതലാളി ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല. എടാ പറഞ്ഞു കൊടുക്കണം. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്ക് നോക്കിയപ്പോഴല്ലേ? അതെ അതെ. ഒരിക്കലുമല്ല. എൻ്റെ വസ്ത്രത്തിൽ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർത്തും വ്യത്യസ്തമായ ഒരു വിഷയമാണ്. നമുക്കത് ചർച്ച ചെയ്യുന്നതിന് പ്രശ്നമില്ല. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട. ചർച്ച വേണം. പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. അല്ലാതെ ഞാൻ എക്സ്പോസ്ഡ് ആയിട്ട് ഭയങ്കര മോശമായിട്ടുള്ളൊരു വസ്ത്രം ഞാൻ ധരിച്ചു പുറത്തെ പോയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. मैं अब माला बेच रही थी, वहाँ किसी भैया ने फोटो वीडियो बना ली, चिपके से वो वायरल हो गई. മോള് അവിടെ പോയി ചാച്ചിക്കോ, ഉറങ്ങിക്കോ. നീ ചായ ബാജി വേണ്ട മോളെ, ചായം ബജ്ജൊന്നും ഇപ്പൊ വേണ്ട. അവളെന്റെ മൂളി പാട്ടേക്ക് പാടി, അത് കേട്ട് ഞാനും മറന്നു പാടി. അവളെന്റെ മൂളി പാട്ടേക്ക്